ഹായ് മക്കളെ, ഇത് കണ്ടോ, ഇത് കാന്താരി കൃഷിയാണ്. ഇതുപോലെ കാന്താരി കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിതിൻ്റെ വളവും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു തരാം. നല്ല കാന്താരിയാണ്. നമുക്ക് ഒരുപാട് വലിയ വരുമാനമില്ല എങ്കിലും നല്ല ഒരുമാതിരി വലിയ കുഴപ്പമില്ലാത്ത വരുമാനം കിട്ടുന്നതാണ്. വിപണിയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വില കിട്ടും. ഇതുകൊണ്ട് നല്ല കാന്താരിയാണ്. അത് കൂടാതെ ഈ കാന്താരിയുണ്ട്, ഇതും വെള്ളക്കാന്താരിയാണ്. അത് ഒരു സൈസ് വെള്ള ചരട് പോലെ ഇരിക്കും. ഇത് അതിലും നല്ല വെറൈറ്റി ആയിട്ടുള്ളതാണ്. മുഴുവൻ കാന്താരിയാണ്. കൊച്ചു കാന്താരിയുണ്ട്, കുഞ്ഞു കാന്താരിയുണ്ട്. കിലോ കുഞ്ഞു കാന്താരി നിറയെ നിൽപ്പുണ്ട്. ഇതേണ്ട, ഇതെല്ലാം കാന്താരി കൃഷിയാണ്. ഇതെല്ലാം കാന്താരിയാണ്. ഇതിന് ഒരുപാട് വളങ്ങളും ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം ഇച്ചിരി ചാണകപ്പൊടി, കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്, ഇത് കണ്ടോ കാന്താരി കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും എല്ലാം ഒഴിച്ചാൽ മതി. വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ, നമുക്ക് ഒരുപാട് നഷ്ടമില്ലാത്ത രീതിയിൽ കാശ് കിട്ടുന്ന കാര്യമാണ്. വേണ്ട നാടൻ കാന്താരി. ഈ കാന്താരിക്കാണ് വിലയുള്ളത്. ഈ കാന്താരിക്ക് വിപണിയിൽ വെയിൽ കാലത്താണെങ്കിൽ 800 രൂപ വരെ കിട്ടും. 1000 രൂപ 800 രൂപയൊക്കെ വരെ കിട്ടും. ഇത് കണ്ടോ, ഇത് മുഴുവൻ കാന്താരിയാണ്. നിങ്ങൾക്കും ഇതുപോലെ കാന്താരി കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഇതിൻ്റെ വളവും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. നിറയെ കാന്താരിയാണ്. എല്ലാവരും ഈ കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയണം. എങ്ങനെയുണ്ടെന്നും പറയണം. ഇത് കണ്ടോ, ഫുള്ള് കാന്താരിയാണ് ഇവിടെ. കാന്താരി കൃഷി ഇത് അതിൻ്റെ വേറെ വെറൈറ്റി ഉണ്ട്. നീല കാന്താരി, ഉണ്ടമുളകെന്ന് പറഞ്ഞ ഇത് കണ്ടോ, ഇത് ചരട് കാന്താരിയാണ്. ഇപ്പോൾ കാണിച്ച സൈസിലെ തന്നെയാണ്. വേറെ കാന്താരി കൃഷി കൊണ്ട് മാറി കുറേ കാന്താരി കൃഷിയുണ്ട്. നിങ്ങൾക്കും അതിൻ്റെ വളങ്ങളും കാര്യങ്ങളും വേറെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട. ഇതിന് ആവശ്യത്തിന് കാന്താരി. ഇത് വെറൈറ്റിയാണ്. ഇത് നീലക്കാന്താരിയാണ്. ഇത് കണ്ട നീല പിന്നെ പഴുത്ത നിൽപ്പുണ്ട്. നല്ല നീലക്കാന്താരിയാണ്. ഇതുണ്ട്. ഇതിനൊക്കെ ഒരുപാട് വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങോട്ട് നോക്കൂ, ഇത് മുഴുവൻ കാന്താരിയാണ്. നീല ഉണ്ടമുളക്, കൊച്ചു ഉണ്ടമുളക്, നീല, ഇതെല്ലാം കാന്താരിയാണ്. കാന്താരി കൃഷിയാണ്. ഇത് ശേഷി വെറൈറ്റി കാന്താരിയാണ്. ഇത് നീല ഉണ്ടമുളകാണ്. പൂത്തിട്ടുണ്ട്, പൂ വരുന്നുണ്ട്. ഇതെല്ലാം കാന്താരിയാണ്. കാന്താരി കൃഷിയാണ്. ഇത് മുഴുവനും കാന്താരി. കുഞ്ഞു കാന്താരി, കൊച്ചു കാന്താരി, നീലക്കാന്താരി, ഉണ്ടക്കാന്താരി, വെള്ളക്കാന്താരി, സകല സൈസും ഉണ്ട്. കണ്ട, നിറയെ കാന്താരി പിടിച്ച് നിൽപ്പുണ്ട്. ഇതേണ്ടേ, നിറയെ കാന്താരി പിടിച്ചുകൊണ്ട്. ഇതിന് നല്ല വിലയുള്ള കാന്താരിയാണ്. ഇത് അച്ചാറിട്ട് കൊടുത്താലും നല്ല വില കിട്ടുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, പറഞ്ഞു തരാം. വളക്കൂറും കാര്യങ്ങളൊക്കെ ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഒരുമാതിരി നല്ല വില കിട്ടും. വിപണിയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇതുണ്ട, നീല ഉണ്ടമുളകാണ്. ഇത് കാന്താരിയാണ്. ഇങ്ങോട്ട് കാണുന്നത് മുഴുവൻ കാന്താരിയാണ്. ഈ കാണുന്നതെല്ലാം കാന്താരിയാണ്. കാന്താരി കൃഷിയാണിത്. നിറയെ കാന്താരിയുണ്ട്. ഇത് നീലയാണ്. നീല ഉണ്ടമുളകെന്ന് ഉണ്ടയാണ്. നീല വലിയ ഉണ്ടമുളകാണിത്. നിറയെ പൂവുണ്ട്. മഴക്കാലം ആകുമ്പോഴത്തേക്കും ഒരുപാട് വളത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കും ഇതുപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ലതാണ്. ഒരുപാട് കാശ് മുടക്കി ചെയ്യേണ്ടാത്ത ഒരു കൃഷി ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നിറയെ ഈ കാന്താരിക്ക് നല്ല വില കിട്ടും. നിങ്ങൾ വെയിൽ കാലത്ത് വെച്ച് പിടിപ്പിക്കണം. നിറയെ ഉണ്ട്. ഇത് മുഴുവനും കാന്താരി കൃഷിയാണ്. ഈ കാണുന്നതെല്ലാം കാന്താരിയാണ്. കണ്ടോ, അതുപോലെ തന്നെ വെള്ളക്കാന്താരി. ഈ കാന്താരിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് നിറയെ, ഇത് നല്ലതാണ്. നല്ല ഇനമാണ്. ഒരുപാട് ഇതെല്ലാം കാന്താരി പിടിച്ച് വരുന്നുണ്ട്. നിറയെ കാന്താരി പിടിച്ച് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകുണ്ട്, നീലക്കാന്താരിയുണ്ട്. ഇതെല്ലാം നല്ല ആരോഗ്യവതിയായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കൂടാതെ വേറെ കുഞ്ഞു കാന്താരികൾ